ഒരു നിമിഷം നിൽക്കൂ. ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് ആകസ്മികമായി വന്നതല്ല. ഇത് നിങ്ങൾക്കുവേണ്ടി, നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിർണായക നിമിഷത്തിൽ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചതാണ്. കുംഭം രാശിക്കാരെ, നിങ്ങൾ ഈ വർഷം ഇതുവരെ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി കാത്തിരുന്നു, ഒത്തിരി കണ്ണീർ ഉള്ളിലൊതുക്കി ജീവിച്ചു. ചിലപ്പോൾ ഇനി ഒന്നും നടക്കില്ലെന്ന് തോന്നിയ നിമിഷങ്ങളുണ്ടായിരുന്നു. ഇനി ദൈവം കൂടെയില്ലെന്ന് തോന്നിയ ഇരുണ്ട രാത്രികളുണ്ടായിരുന്നു. പക്ഷേ ആ ഇരുട്ടിന്റെ ഏറ്റവും ആഴത്തിൽ, ഏറ്റവും ഗാലമായ ആ നിശബ്ദതയിൽ ആകാശം നിങ്ങൾക്കുവേണ്ടി ഒരു കാര്യം ചിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു അപ്രതീക്ഷിത സന്തോഷം, ഒരു അഭൂതപൂർവമായ മാറ്റം. കുംഭം രാശി എന്നു പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും ആഴമേറിയ ആത്മാക്കൾ ജനിച്ച രാശിയാണ്. ശനിദേവൻ ഭരിക്കുന്ന ഈ രാശിക്കാർ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കാറില്ല. കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുന്നു, ക്ഷമയോടെ കാത്തിരിക്കുന്നു, ഒടുവിൽ ആ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും കൊണ്ട് വിധിയെ തന്നെ മറികടക്കുന്നു. ആ ശക്തി നിങ്ങളിലുണ്ട് കുംഭം രാശിക്കാരെ. അത് നിങ്ങൾക്ക് ഒരുപക്ഷേ ഇനിയും ബോധ്യമായിട്ടുണ്ടാകില്ല. പക്ഷേ ആകാശഗോളങ്ങൾ, ഗ്രഹങ്ങളുടെ ഈ ദിവ്യനൃത്തം ഇന്ന് ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ആ ദിനം ഇനി ദൂരെയല്ല. ഒരു ദീർഘയുഗത്തിന്റെ അവസാനം ഇപ്പോൾ കടന്നുവരികയാണ്. നിങ്ങൾ കടന്നുപോകുന്ന ആ ഇരുണ്ട കാലഘട്ടം, ആ പരീക്ഷണങ്ങളുടെ ദിനങ്ങൾ ഇനി ഒന്നൊന്നായി അവസാനിക്കാൻ തുടങ്ങുകയാണ്. ഗ്രഹങ്ങളുടെ ഒരു അത്ഭുതകരമായ സംഗമം ഇപ്പോൾ സംഭവിക്കുന്നു. ഈ ജ്യോതിഷ സംഗമം, ഈ ഗ്രഹദൃഷ്ടിയുടെ ദൈവിക ക്രമീകരണം കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ചരിത്രപ്രധാനമായ അധ്യായം രചിക്കുകയാണ്. ഇത് കേൾക്കൂ, ശ്രദ്ധിക്കൂ, കാരണം ഈ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഊഹിക്കാത്ത ദിശയിൽ, ഏറ്റവും സുന്ദരമായ ദിശയിൽ തിരിച്ചുവിടാൻ പോകുകയാണ്. ആ ദൈവദത്തമായ അനുഗ്രഹം ഏതേതു രൂപത്തിൽ വരുമെന്ന്, ഏതേതു ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതം മാറ്റം ആരംഭിക്കുമെന്ന്, ഏതൊക്കെ ഗ്രഹശക്തികൾ ഇപ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടെന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് തുറന്ന് സംസാരിക്കും. ഒരൊറ്റ കാര്യം പക്ഷേ ഇനിയും ഒളിച്ചുവെക്കരുത്, ഒരൊറ്റ ഭഗ്നാശയം ഇനി മനസ്സിൽ വേണ്ട. കാരണം ഇനി വരുന്ന ദിനങ്ങൾ കുംഭം രാശിക്കാരുടേതാണ്. ഒരു ചെറിയ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കണം. ഈ നിമിഷം, ഈ വാക്കുകൾ കേൾക്കുന്ന ഈ നിമിഷം നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങൾക്കൊപ്പമുണ്ട്. ആ ദൈവബോധം, ആ ആത്മിക ശക്തി, ഈ ഗ്രഹയോഗം, ഇവ മൂന്നും ഒന്നിച്ച് ഒത്തുചേരുന്ന ഈ ദിനം ഒരു കൃപാദിനമാണ്, ഒരു അനുഗ്രഹദിനം. ഇത് വ്യർത്ഥമാക്കരുത്. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് ഈ നിമിഷം ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് ആഹ്വാനം ചെയ്യൂ. ഇവിടെ കമന്റ് ആയി ആ ദൈവനാമം ഒന്ന് ടൈപ്പ് ചെയ്യൂ. ആ ഒരൊറ്റ പ്രവൃത്തി, ആ ഒരൊറ്റ ഭക്തിപ്രകടനം ഒരു ദൈവിക കർമ്മബന്ധം ആരംഭിക്കുന്നതിന് സമാനമാണ്. ഗണേശൻ, ശിവൻ, ലക്ഷ്മി, ദുർഗ, ഹനുമാൻ, ശ്രീകൃഷ്ണൻ, ആർ നിങ്ങളുടെ ഹൃദയത്തോടടുത്തു നിൽക്കുന്നുവോ ആ ദേവന്റെ, ആ ദേവിയുടെ നാമം ഇവിടെ ഉരുക്കഴിക്കൂ. ആ ദൈവനാമം ഈ കമന്റ് വിഭാഗത്തിലൂടെ, ഈ ഡിജിറ്റൽ ലോകത്തിലൂടെ ആകാശമുഖത്തേക്ക് ഉയരട്ടെ. ദൈവം ആ പ്രാർത്ഥന കേൾക്കും. ഈ കൃഷ്ണകരുണ, ഈ ദൈവകൃപ, ഈ ദൈവോദ്ദേശ്യം, ഇവ ഒന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. ഈ വീഡിയോ ആരെങ്കിലും ഒരു കുംഭം രാശിക്കാരനോ രാശിക്കാരിയോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ അറിവ് അവരുടെ കൈകളിലേക്ക് എത്തിക്കൂ. ആ ഒരു നന്മ, ആ ഒരു ഔദാര്യം നിങ്ങളുടേക്കും ദൈവം ഇരട്ടിയാക്കി തിരിച്ചു നൽകും. ഇതൊരു ജ്യോതിഷ ഭവിഷ്യകഥനം മാത്രമല്ല, ഇത് ഒരു കർമ്മ ഉടമ്പടിയാണ്, ഒരു ദൈവിക സേവനമാണ്. ഒരു കാര്യം കൂടെ, ജ്യോതിഷശാസ്ത്രം ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന്. ജനനസമയവും ജനനദിനവും അനുസരിച്ച് നിങ്ങളുടെ ഭാഗ്യരേഖ, ദോഷഘടനകൾ, ഗ്രഹദശകൾ ഇവ കൂടുതൽ വ്യക്തമായി അറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ജാതകം വിശദമായി നോക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, വിവാഹ ഘടനകൾ, പൊരുത്തം, ദോഷങ്ങൾ ഇവ പരിശോധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സേവനം ലഭ്യമാണ്. ഈ ചാനലിന്റെ കമന്റ് വിഭാഗത്തിൽ ആ വിശദാംശങ്ങൾ കാണാം. ആ ദൈവിക സേവനം, ആ ജ്യോതിഷജ്ഞാനം ഒരു ഉപദേശമോ ഒരു ചൂണ്ടുവിരലോ ആകട്ടെ, നിങ്ങളുടെ ജീവിതവഴി കൂടുതൽ തെളിയാൻ. ഇനി ആ ഗ്രഹശക്തികളിലേക്ക് കടക്കാം. ആ ദൈവിക ഗ്രഹഗതികളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം. കുംഭം രാശിയെ ഇപ്പോൾ ഏത് ഗ്രഹം ഏതു ഭാവത്തിൽ ആശ്ലേഷിക്കുന്നുവെന്ന്, ഏത് ഗ്രഹം ഏത് കർമ്മഫലം നൽകാൻ ഒരുങ്ങുന്നുവെന്ന് ആ ആകാശഭാഷ ഒന്ന് വായിക്കാം. ഗ്രഹങ്ങൾ, ഈ വിശ്വത്തിന്റെ നിശബ്ദ ഭരണകർത്താക്കൾ. ഇവർ സംസാരിക്കുന്നത് ഭൂമിയിലെ ഓരോ ജീവിതത്തിലൂടെയാണ്. ഓരോ സുഖദുഃഖങ്ങളിലൂടെ, ഓരോ നേട്ടങ്ങളിലൂടെ, ഓരോ കോട്ടങ്ങളിലൂടെ ഗ്രഹങ്ങൾ ഒരു ഭാഷ സംസാരിക്കുന്നു. ആ ഭാഷ മനസ്സിലാക്കുന്നവർക്ക് ജീവിതം ഒരു ചൂതുകളിയല്ല, ഒരു ദൈവിക ചിത്രരചനയാണ്. ഇന്ന് കുംഭം രാശിക്കാരുടെ ആ ചിത്രം ഏറ്റവും തിളക്കമേറിയ നിറങ്ങളിൽ ആലേഖ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഗുരു ബൃഹസ്പതി, ദേവന്മാരുടെ ഗുരു. ജ്ഞാനം, ഭാഗ്യം, വിശ്വാസം, ആധ്യാത്മികത ഇവ എല്ലാം ഗുരുവിന്റെ ഭാണ്ഡകോശത്തിലാണ്. ഇപ്പോൾ ഗുരുകുംഭം രാശിക്കാരുടെ ജാതകത്തിൽ ഒരു വലിയ ശക്തിസ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ഇത് അനുഗ്രഹത്തിന്റെ ഒരു അദ്ഭുത ഉദ്ഘോഷണമാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഏതൊരു ഭാവത്തിൽ പതിക്കുന്നുവോ ആ ഭാവം ഫലവത്താകും, ആ ഭാവം ഉണർന്നു ഉയരും, ആ ഭാവം നൽകേണ്ട ഫലങ്ങൾ ഒന്നൊന്നായി ജീവിതത്തിൽ തളിരിടും.
കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ ഗുരുദൃഷ്ടി ഏറ്റവും ഗുണകരമായ ഒരു ഘടനയിൽ ഉണ്ട്. ഈ ഗ്രഹകൃപ, ഈ ജ്ഞാനഗ്രഹത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ആ അപ്രതീക്ഷിത സന്തോഷം വഹിച്ചുകൊണ്ടുവരുന്ന ആദ്യത്തെ ദൂതനാണ്. ഗുരു ഒരു ദൈവദൂതനെപ്പോലെ ഒരു ദൃഢപ്രതിജ്ഞ ഉള്ളിൽ ഒളിച്ചുവെച്ചുകൊണ്ട് ഇപ്പോൾ കുംഭം രാശിക്കാരുടെ ഭാഗ്യഭാവത്തിന്റെ, ധനഭാവത്തിന്റെ, ദാമ്പത്യഭാവത്തിന്റെ, ജ്ഞാനഭാവത്തിന്റെ ഈ ഭാവങ്ങളിൽ ഓരോന്നിലും തന്റെ ദൈവിക ഊർജ്ജം കടത്തിവിടുകയാണ്. ഇതിന്റെ ഫലം ഉടനടി ദൃശ്യമായെന്ന് വരില്ല. ഗ്രഹശക്തി ഒരു നദിയെപ്പോലെ ഒഴുകുന്നതാണ്. ആദ്യം ഉള്ളിൽ ആഴത്തിൽ ചലനം തുടങ്ങും. പിന്നെ ഒരു ദിവസം, ഒരുപക്ഷേ നിങ്ങൾ ഏറ്റവും തളർന്നിരിക്കുന്ന ഒരു ദിവസം, ആ അനുഗ്രഹം ഒരു ഉൽപ്ലവം പോലെ ജീവിതത്തിൽ ഒഴുകിവരും. ആ ദൈവദൃഷ്ടിയും ഗ്രഹകൃപയും ഒന്നു ചേർന്ന ആ ദിനം ഇനി അധികം ദൂരെ അല്ല. ഇനി ശനിദേവൻ, കർമ്മഗ്രഹം, ന്യായഗ്രഹം, ഭൂമിയിൽ ജനിക്കുന്ന ഓരോ ആത്മാവും ചെയ്ത കർമ്മങ്ങളുടെ കണക്ക് സൂക്ഷ്മമായി ഓർമ്മിക്കുന്ന ഗ്രഹം. ശനി ഒരിക്കലും കുറ്റക്കാരനല്ല, ഒരിക്കലും ക്രൂരനല്ല. ശനി ഒരു ഗുരുവാണ്, ഒരു ദൈവിക ന്യായാധിപൻ. ഓരോ കർമ്മഫലവും, ഓരോ ജീവിത അനുഭവവും ശനി ഒരു ഉദ്ദേശ്യത്തോടെ നൽകുന്നു. കുംഭം ശനിയുടെ സ്വന്തം രാശി. ഈ ഒരൊറ്റ കാരണം, ഈ ഒരൊറ്റ ഗ്രഹരാശി ബന്ധം ഈ ജനനത്തിൽ, ഈ ജന്മത്തിൽ ഒരു അദ്ഭുത കർമ്മഘടന കുംഭം രാശിക്കാർക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ആ ഘടന, ആ ദൈവികതന്ത്രം ഇപ്പോൾ ഏറ്റവും സ്പഷ്ടമായ ഘട്ടത്തിൽ പ്രവർത്തിക്കുകയാണ്. ശനി ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗോചരം ചെയ്യുന്നു. ഈ ഗോചരം കുംഭം രാശിക്കാർക്ക് ഒരു ദ്വന്ദ്വ അനുഭവം നൽകുന്നു. ഒരു വശത്ത് ചില ബാധ്യതകൾ, ചില ഉത്തരവാദിത്വങ്ങൾ, ചില കടുത്ത പരീക്ഷണങ്ങൾ. ഇവ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഭാരം നിങ്ങൾ ചുമക്കുകയാണ്. പക്ഷേ ഇതേ ശനി, ഈ ഒരേ ഗ്രഹം മറ്റൊരു വശത്ത് ഒരു ദൈവിക ഉറപ്പ് നൽകുന്നുണ്ട്. ആ ഉറപ്പ് ഇതാണ്: ഈ ഭാരം ഇനി ഏറ്റവും ദൈർഘ്യം നിലനിൽക്കില്ല. ശനി ഒരു ഗ്രഹദശ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു കർമ്മചക്രം പൂർണ്ണമാകുകയാണ്. ആ ചക്രം പൂർണ്ണമാകുമ്പോൾ, ആ കർമ്മഘടം തീരുമ്പോൾ ഒരു പ്രകാശം, ഒരു അഗ്നിജ്വാല പോലെ ഉജ്ജ്വലമായ ഒരു ഭാഗ്യോദയം ഉദിക്കും. ഇത് ആശ്ചര്യകരമായ ഒരു ഗ്രഹഘടനയാണ്. ശനി ഒരേ സമയം ഒരു ഭദ്രതയും ഒരു ദൈവിക ശ്രദ്ധയും കൊണ്ടുവരുന്നു. ജോലിയിൽ, കർമ്മരംഗത്ത്, ഉത്തരവാദിത്വ ബോധത്തിൽ ഇവ ഇനി കൂടുതൽ ഭദ്രമാകും. ഒരു ദൃഢഭൂമിക ഉണ്ടാകും. ഒരു ഉറച്ച അടിത്തറ ഉണ്ടാകും. ഈ ജ്ഞാനം കൊണ്ട്, ഈ ദൈവിക ഭദ്രത കൊണ്ട് ഇനി നിങ്ങൾ ഏത് കൊടുങ്കാറ്റിനെ നേരിടേണ്ടി വന്നാലും ആ കൊടുങ്കാറ്റ് നിങ്ങളെ ഒടിക്കില്ല. ആ ഇരമ്പൽ നിങ്ങളെ ഭയപ്പെടുത്തില്ല. കാരണം ശനി നൽകിയ ആ ആഴത്തിലുള്ള അടിത്തറ, ആ ദൃഢബോധം നിങ്ങളെ ഉറച്ചു നിർത്തും. ഇനി രാഹു, ഛായഗ്രഹം, ദ്രഷ്ടാവ്, ഈ ഭൂമിയിലെ ഏറ്റവും നിഗൂഢനായ ഗ്രഹം. രാഹു ആഗ്രഹങ്ങളുടെ, ഭ്രമങ്ങളുടെ, ആഗ്രഹനിവൃത്തിയുടെ, പ്രതീക്ഷിക്കാത്ത ഭാഗ്യത്തിന്റെ ഗ്രഹമാണ്. ഇപ്പോൾ രാഹുവിന്റെ ഗോചരം, ഈ ഗ്രഹഗോചരം കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ആഴത്തിലുള്ള ഇളക്കം ഉണ്ടാക്കുന്നു. ഈ ഇളക്കം ഭയക്കേണ്ട ഒന്നല്ല. ഒരു കടൽത്തിരമ്പൽ, ഒരു മഹാ ഉദ്ഭ്രാന്തി, ഒരു ആഴമേറിയ ഉൾക്കടൽ ചലനം. ഈ ചലനം, ഈ ഇളക്കം ജീവിതത്തിൽ ചിലത് ഒഴിവാക്കി, ചിലത് പുതുക്കി, ചിലത് ഒന്നാം നിലയിൽ കൊണ്ടുനിർത്തി ഒടുവിൽ ഒരു ദൈവിക ക്രമം ഉണ്ടാക്കും. ആ ക്രമം, ആ ദൈവനിശ്ചയം ഒരിക്കൽ ഉണ്ടാകുമ്പോൾ ഒരു ദൈവിക ഉത്സവം ആ ജീവിതത്തിൽ ആരംഭിക്കും. കേതു, അദൃശ്യശക്തി, യാത്മികതയുടെ, ത്യാഗത്തിന്റെ, ഭൂതകാല കർമ്മപർ. ഈ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സും ആത്മാവും തയ്യാറാകണം. ഗ്രഹങ്ങൾ വഴി തുറന്നിരിക്കുന്നു, എന്നാൽ ആ വഴിയിലൂടെ നടക്കാൻ ആത്മീയമായ ശുദ്ധി ആവശ്യമാണ്. കർമ്മപരിഹാരങ്ങൾ ചെറുതാണ്, എന്നാൽ അവയുടെ ശക്തി അളവറ്റതാണ്. ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ആദ്യമായി, ഓരോ ദിവസവും ഉണർന്ന് ആദ്യം ചെയ്യേണ്ടത് ഈശ്വരചിന്തയാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണടച്ച് ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കൂ. ഈ ദിവസം നന്നാകട്ടെ, എന്റെ ജീവിതം നന്നാകട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കൂ. ഇത് ചെറിയ കാര്യമായി തോന്നാം, എന്നാൽ ഈ ഒരു ശീലം നിങ്ങളുടെ ദിനത്തിന്റെ ഊർജ്ജഘടന തന്നെ മാറ്റിമറിക്കും. ഗ്രഹ ഊർജ്ജം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് പ്രഭാതഘട്ടത്തിലാണ്. ആ നേരത്ത് നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമാണെങ്കിൽ ആ ശുദ്ധിയാണ് ദിവസം മുഴുവൻ നിങ്ങൾക്ക് കൂട്ടായിരിക്കുന്നത്. കുംഭം രാശിക്കാർ ഈ കാലഘട്ടത്തിൽ ശനിദേവനെ പ്രത്യേകമായി ഉപാസിക്കണം. ശനിയാഴ്ച ദിവസം കഴിയുമെങ്കിൽ ശനിക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശനിദേവൻ എള്ളെണ്ണ ദീപം കൊളുത്തുക. കറുത്ത എള്ള് നൈവേദ്യം അർപ്പിക്കുക. ഇത് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ദീപം കൊളുത്തി ഓം ശം ശനൈശ്ചരായ നമ എന്ന് ഭക്തിയോടെ ഉരുവിടൂ. ശനിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഓരോ ബുദ്ധിമുട്ടും ഓരോ ശക്തിയായി പരിണമിക്കും. ശനി ശിക്ഷിക്കാൻ വരുന്ന ദേവനല്ല, ശനി ശുദ്ധീകരിക്കാൻ വരുന്ന ദേവനാണ്. ആ ശുദ്ധീകരണ പ്രക്രിയ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. ഗുരു ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പിക്കാൻ വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കൂ. ഗുരുദേവൻ മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കൂ. വ്യാഴാഴ്ച ദിവസം ദരിദ്രർക്ക് ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനെ ഭോജനം ചെയ്യിക്കൂ. ഇത് ചെറിയ ദക്ഷിണ കൊണ്ടു ചെയ്യുന്ന ഒരു ദാനമാണ്, എന്നാൽ ഈ ദാനത്തിന്റെ ഫലം നിങ്ങൾ വിചാരിക്കുന്നതിലും വലുതായിരിക്കും. ഗുരു ഭഗവാൻ ദാനത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദേവനാണ്.
ദാനം ചെയ്യുമ്പോൾ ആ ഊർജം 100 മടങ്ങായി നിങ്ങളിലേക്ക് തിരിച്ചെത്തും. ഇത് ഒരു ആത്മീയ നിയമമാണ്. ഇത് ഒരിക്കലും തെറ്റുകയില്ല. രാഹുവിന്റെ നിഴൽ ഒഴിവാക്കാൻ ഈ ദിവസങ്ങളിൽ ദേവീക്ഷേത്രം സന്ദർശിക്കൂ. ഭദ്രകാളി, ദുർഗ, ഭഗവതി ഏത് ദേവിയോടും നിങ്ങൾക്ക് ചേർച്ചയുണ്ടോ അവിടെ ദർശനം നടത്തൂ. ദേവിക്ക് കുങ്കുമം, ചെന്തൂർ, ചെമ്പൂ പുഷ്പങ്ങൾ ഇവ അർപ്പിക്കൂ. ദേവിശക്തി നിങ്ങൾക്ക് ഒരു കവചം ആണ്. ആ കവചം ഒരിക്കൽ ലഭിച്ചാൽ ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. രാഹുവിന്റെ ഭ്രമം, തെറ്റിദ്ധാരണ, അസ്ഥിരത ഇവ ദേവീശക്തിയുടെ മുൻപിൽ ഒരു മഞ്ഞുപോലെ ഉരുകും. ഈ ദർശനം ആഴ്ചയിൽ ഒരിക്കൽ ആകാൻ ശ്രദ്ധിക്കൂ. ജലത്തോടുള്ള ബന്ധം കുംഭം രാശിക്ക് ഏറ്റവും ശുഭകരമാണ്. ഓരോ ദിവസവും ഒരു ഗ്ലാസ് ശുദ്ധജലം ഈശ്വരൻ ഓർത്തു കൊണ്ടാടൂ. ഈ ജലം ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഗുണകരമാകട്ടെ എന്ന് ഭാവനച്ച് ഇത് ആ ജലം ഒരു ചെടിക്ക് ഒഴിക്കൂ. ഈ ഒരു ശീലം നിങ്ങളുടെ ഉള്ളിലെ കർമ്മഭാരം ഒരേ ഒരു തുള്ളിയായി ഒഴുകിപ്പോകാൻ സഹായിക്കും. ജലം ശുദ്ധീകരിക്കുന്നു, ജലം ദോഷം കഴുകുന്നു, ജലം ജീവൻ നൽകുന്നു. കുംഭം രാശിയുടെ ചിഹ്നം തന്നെ ജലം വഹിക്കുന്ന ഒരു ഭരണിയാണ്. ആ ജലത്തിന്റെ ശക്തി നിങ്ങളുടെ ജന്മ ഊർജ്ജത്തിന്റെ ഭാഗമാണ്. ഈ ദിവസങ്ങളിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിഷേധ ചിന്തകളെ ഉള്ളിൽ തങ്ങാൻ അനുവദിക്കരുത്. എനിക്ക് ഒരിക്കലും നടക്കില്ല, ഞാൻ ഒരു കാലത്തും ഭാഗ്യവാനാകില്ല. ഇത്തരം വിചാരങ്ങൾ ഗ്രഹ ഊർജ്ജത്തെ തടഞ്ഞു നിർത്തുന്ന ഏറ്റവും വലിയ തടസ്സമാണ്. ഒരു ഗ്രഹം ഒരുക്കിവെക്കുന്ന അനുഗ്രഹം ആ വ്യക്തിയുടെ ചിന്ത അനുവദിക്കാതെ ഒരിക്കലും ജീവിതത്തിൽ പ്രവേശിക്കില്ല. ഇത് ജ്യോതിഷ സത്യം. ഇത് ആത്മീയ നിയമം. ഗ്രഹ ഊർജ്ജം ഒരു വേലിയേറ്റം പോലെ വരുന്നു. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം ആ തീരം ഒരുക്കണം. ഇല്ലെങ്കിൽ ആ തരംഗം കരഞ്ഞ് തിരിച്ചു പോകും. ഈ ആഴ്ചകളിൽ ദിവസവും ഒരു ദേവനാമം മനസ്സിൽ ഉരുവിടൂ. ഏത് ദേവതയോടും ഭക്തിയുള്ളവർ ആ ദേവതയുടെ നാമം ജപിക്കൂ. ഈ ജപം ഒരു ശബ്ദ ഊർജ്ജമാണ്. ആ ഊർജ്ജം നിങ്ങളുടെ ചുറ്റും ഒരു സംരക്ഷണ കവചം നെയ്യുന്നു. ദുഃഖം, ദുർഭാഗ്യം, ദുഷ്ടദൃഷ്ടി ഒന്നും ആ കവചം ഭേദിക്കാൻ ശക്തമല്ല. ഇത് ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മോട് പറഞ്ഞ സത്യം. ആ സത്യം ഇന്നും മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. ഒരു കാര്യം കൂടി, ദോഷദൃഷ്ടി ഏൽക്കാതിരിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം ഉപ്പും ഉണക്കമുളകും ദേഹത്ത് 7 തവണ വട്ടം തിരിക്കൂ. ശേഷം അതിനെ തീയിൽ ഇടൂ. ഈ ലളിതമായ കർമ്മം നിങ്ങൾക്ക് ഏൽക്കുന്ന ദൃഷ്ടിദോഷം, ഉഴിൽ ദോഷം ഇവ ദൂരീകരിക്കും. ഇത് ശാസ്ത്രമല്ല, ഇത് ആഴ്ചകളായി ഇല്ലാതിരിക്കുന്ന ഒരു ദോഷം ഒറ്റ ദിവസം കൊണ്ട് ഒഴിവാക്കുന്ന ഒരു ആത്മീയ ഉപകരണമാണ്. നമ്മുടെ പൂർവികർ ഇത് ജ്ഞാനത്തോടെ ആചരിച്ചിരുന്നു. ആ ജ്ഞാനം ഇന്നും നമ്മെ കൈപിടിക്കുകയാണ്. ഇനി ഈ ആത്മീയ ശക്തിയുടെ നടുവിൽ ജ്യോതിഷ്യൻ കൃത്യമായി പറഞ്ഞ ചില കർമ്മഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ ദൃശ്യമാകാൻ പോകുകയാണ്. ഈ ഫലങ്ങൾ ഒന്നായി നിങ്ങളിലേക്ക് എത്താൻ തുടങ്ങും. ആ ഫലങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം ഏത് ക്ഷേത്രത്തിൽ, ഏത് മേഖലയിൽ ഈ ഊർജം ഇറങ്ങും? അത് ഞാൻ ഇനി വിവരിക്കാം. കുംഭം രാശിക്കാർക്ക് ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം ആദ്യം അനുഭവപ്പെടാൻ പോകുന്നത് തൊഴിൽ, ജീവനോപാധി, ബിസിനസ്, സാമ്പത്തിക ജീവിതം ഈ മേഖലകളിലാണ്. ഇത് അനുഭവിക്കേണ്ട ഒരു ഫലം, ദൈവം ഒരുക്കിവെച്ച ഒരു നടപ്പ്, ഗ്രഹങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു ജീവിത ഭ്രമണം. ഇത് ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഇത് ഒഴിവാക്കേണ്ടതല്ല, ഇത് സ്വീകരിക്കേണ്ടതാണ്. ഈ ഫലങ്ങളുടെ ആഴം ഒന്നായി നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ ദിവസങ്ങളിൽ ജോലിസ്ഥലത്ത് ഒരു അത്ഭുതകരമായ ഊർജ്ജമാറ്റം നിങ്ങൾ അനുഭവിക്കും. ദിവസങ്ങളായി നിങ്ങളെ വേദനിപ്പിച്ചിരുന്ന ഒരു സ്ഥിതി, ആഴ്ചകളായി നിങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു ബുദ്ധിമുട്ട്, അത് പൊടുന്നനെ ഒരു വഴിത്തിരിവ് കാണും. ഇത് ആകസ്മികമല്ല. ഇത് ഗ്രഹഊർജം ക്രമേണ ഒരുക്കിവന്ന ഒരു തുറസ്സാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു സഹപ്രവർത്തകൻ, ഒരു ഉത്തരവ് ഇവ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ദിശ സൃഷ്ടിക്കും. ഇത് ആദ്യ 7 ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ആദ്യ 7 ദിവസങ്ങളിൽ ഒരു പ്രത്യേക ദൗത്യം അല്ലെങ്കിൽ ഉത്തരവാദിത്തം ലഭിക്കും. ഈ ഉത്തരവാദിത്തം ആദ്യം ഭാരമായി തോന്നും, എന്നാൽ ഇത് ഒരു വലിയ അവസരത്തിന്റെ ആരംഭമാണ്. ഇതിൽ പരാജയം ഭയപ്പെടരുത്. ഈ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ ഗ്രഹ ഊർജം ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയും ധൈര്യവും ഊർജവും നൽകുന്നുണ്ട്. ആ ഊർജം സ്വീകരിക്കൂ. ഈ ജോലി ഏറ്റെടുക്കൂ. ഇത് ഭാവിയിൽ ഒരു വലിയ ഉയർച്ചയുടെ ചവിട്ടുപടി ആകും. ദീർഘകാലമായി കാത്തിരിക്കുന്ന ഒരു സ്ഥലം മാറ്റം, ഒരു സ്ഥാനക്കയറ്റം, ഒരു ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ഇവ ഈ കാലഘട്ടത്തിൽ ഗ്രഹ അനുകൂലനത്തോടെ ചർച്ചയിൽ വരും. ഇത് ഉടൻ തീരുമാനമാകണമെന്നില്ല, എന്നാൽ ഈ കാലഘട്ടം ഈ ആഗ്രഹം നടക്കുന്ന ദിശയിൽ ഒരു പ്രധാന ചലനം ഉണ്ടാക്കും. ക്ഷമ കൈക്കൊള്ളൂ. ക്ഷമ ഒരു ദൗർബല്യമല്ല, ക്ഷമ ഗ്രഹഫലം കൊയ്യുന്ന ഒരു ആത്മീയ ഉപകരണമാണ്. ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്ന കുംഭം രാശിക്കാർക്ക് ഈ ദിവസങ്ങൾ ഒരു ടേണിംഗ് പോയിന്റാണ്. പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്ക് ഈ ആദ്യ 7 ദിവസങ്ങൾ ഒരു ഉത്കർഷ ഊർജം അനുഭവപ്പെടും. ഒരു പ്രത്യേക വിഷയം, ഒരു പ്രത്യേക ചോദ്യം, ഒരു പ്രത്യേക ഉൾക്കാഴ്ച ഇവ ഈ ദിവസങ്ങളിൽ മനസ്സിൽ തെളിഞ്ഞു വരും. ആ ഉൾക്കാഴ്ചയെ അവഗണിക്കരുത്. ആ ഉൾക്കാഴ്ച ഗ്രഹദേവൻ നൽകുന്ന ഒരു ഇഷ്ടദൂതനാണ്. ഇന്ന് പ്രത്യക്ഷമാകുന്ന ആ ജ്ഞാനം നാളെ നിങ്ങൾക്ക് ഒരു വലിയ ദ്വാരം തുറക്കും.
ബിസിനസ് ചെയ്യുന്ന കുംഭം രാശിക്കാർക്ക് ഈ ദിവസങ്ങളിൽ ഒരു അദ്ഭുതം കാത്തിരിക്കുന്നുണ്ട്. മാസങ്ങളായി ബന്ധം ഇല്ലാതിരുന്ന ഒരു ഉപഭോക്താവ്, ദൂരെ നിന്ന് ഒരു ഓർഡർ, ദ്വേഷക്കാരായ ഒരു കൂട്ടുകാരൻ, ഇവരിൽ ആരെങ്കിലും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഐശ്വര്യം ഹേതുവായി മടങ്ങിവരും. ഇത് ദൈവൈഹ്. ഈ ആൾ മടങ്ങിവരുന്നത് ഒരു ദ്വേഷബന്ധം ആകരുത്. ഈ ആൾ ഒരു ബിസിനസ് ഭാഗ്യം ആകണം. ആ ഭ്രമം തിരിച്ചറിയൂ. ആ ബന്ധം ഒരു ജ്ഞാനത്തോടെ സ്വീകരിക്കൂ. ഉൽപ്പന്ന ബിസിനസ്, സേവന ബിസിനസ്, ഓൺലൈൻ ട്രേഡ്, ഇറക്കുമതി കയറ്റുമതി, ഏത് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ആദ്യ 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ നേട്ടം, ഒരു ചെറിയ ഉത്തേജനം ഉണ്ടാകും. ഇത് ഒരു വലിയ ഉയർച്ചയുടെ ആദ്യ ചുവടുവെക്കലാണ്. ഈ ചെറിയ നേട്ടത്തെ ആഘോഷിക്കൂ. ഈ ഉത്തേജനം ആത്മവിശ്വാസം ആക്കൂ. ഈ ആത്മവിശ്വാസം ഒരു വലിയ ഒരടി മുന്നോട്ടിന്റെ ഇന്ധനം ആകട്ടെ. ഗ്രഹ ഊർജം ഈ ദിശ ഇപ്പോൾ ബലമുള്ളതാക്കി തരികയാണ്. ഇനി ആദ്യ 14 ദിവസങ്ങളിലേക്ക് ദൃഷ്ടി തിരിക്കാം. ഈ ഘട്ടത്തിൽ സമ്പത്ത്, ധനം, ആർജിക്കൽ ഇവ ഒരു ത്വരണം കൈക്കൊള്ളും. ദീർഘകാലമായി കൈ കൊടുക്കാതിരുന്ന ഒരു ബാക്കി തുക, ഒരു കടം, ഒരു വ്യവഹാര തീർപ്പ്, ഇവ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ദിശ കൈക്കൊള്ളും. കോടതി, ബാങ്ക്, ഗവൺമെന്റ് ഇത് തരം ഔദ്യോഗിക ഇടപെടൽ ആണ് പൂർത്തിയാകാതെ കിടക്കുന്നതെങ്കിലും ഈ കാലഘട്ടം ആ ഇടപെടൽ ഒരു ഫലത്തിലേക്ക് കൊണ്ടുവരും. ആദ്യ 14 ദിവസങ്ങളിൽ ആരോ ഒരാ പ്രണയം, അത് ഒരു വികാരം മാത്രമല്ല, അത് ഒരു ദൈവീക അനുഭവമാണ്. കുംഭം രാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ പ്രണയ ജീവിതത്തിൽ അത്യന്തം ശക്തമായ ഒരു പരിവർത്തനം സംഭവിക്കാൻ പോകുകയാണ്. ദീർഘകാലമായി ഹൃദയത്തിൽ ഒളിഞ്ഞുകിടന്ന വേദനകൾ, തെറ്റിദ്ധാരണകൾ, അകലങ്ങൾ, ഇവ ഒന്നൊന്നായി അലിഞ്ഞുതീരാൻ പോകുന്ന ഒരു അത്ഭുതകരമായ സമയം ആഗതമാകുകയാണ്. ശുക്രന്റെ അനുകൂലമായ ഗതി നിങ്ങളുടെ ഹൃദയചക്രത്തെ തുറക്കുകയാണ്. ദീർഘനാളായി ഉള്ളിൽ അടഞ്ഞുകിടന്ന ആ വാതിൽ ഇപ്പോൾ പതുക്കെ തുറക്കപ്പെടുകയാണ്. വിവാഹിതരായ കുംഭം രാശിക്കാർക്ക് ഈ കാലഘട്ടം ദാമ്പത്യ ജീവിതത്തിൽ ഒരു പുതിയ ഊഷ്മളത നൽകും. ചിലർക്ക് ദീർഘകാലമായി ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ദൂരം, ഒരു നിശബ്ദ വേദന, ആ വേദന ഈ സമയം ഒരു ആഴത്തിലുള്ള സംഭാഷണത്തിലൂടെ അവസാനിക്കും. ഒരു ദിവസം പ്രതീക്ഷിക്കാതെ, ഒരു ചെറിയ നിമിഷത്തിൽ ഇരുവരും ഒന്നിച്ചിരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു മനോഹര നിമിഷം വരാൻ പോകുകയാണ്. ആ നിമിഷം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കും. ഇത് ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ദൈവീക സമ്മാനമാണ്. അവിവാഹിതരായ കുംഭം രാശിക്കാർക്ക് ഈ വരികൾ ശ്രദ്ധിക്കൂ. ഒരുപക്ഷേ ദീർഘകാലമായി നിങ്ങൾ ആരെയെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പ് ഇനി അവസാനിക്കാൻ പോകുകയാണ്. ഒരു പ്രത്യേക വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ പോകുകയാണ്. ഒരുപക്ഷേ ഇത് ഒരു പഴയ പരിചയക്കാരൻ ആകാം, അല്ലെങ്കിൽ ഒരു പുതിയ മുഖം ആകാം. ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം തെളിക്കും. ശുക്രൻ 7ാം ഭാവത്തിലൂടെ ചലിക്കുന്ന ഈ കാലത്ത് വിവാഹയോഗം ശക്തമായി ഉണ്ടാകുന്നു. ദീർഘകാലമായി നടക്കാതിരുന്ന ആ ആഗ്രഹം ഈ കാലഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. പ്രണയ ജീവിതത്തിൽ ചിലർക്ക് ഒരു ചെറിയ പരീക്ഷണ കാലം ഉണ്ടാകും. രാഹുവിന്റെ സ്വാധീനം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും. ചെറിയ കലഹങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ ഇവ ഉണ്ടാകാം. എന്നാൽ ഒരു കാര്യം ഉറപ്പായും ഓർക്കുക, ഈ കൊടുങ്കാറ്റ് താൽക്കാലികമാണ്. ഈ കലഹങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ദുർബലമാക്കാൻ വരുന്നതല്ല, മറിച്ച് ആ ബന്ധത്തെ കൂടുതൽ ആഴമേറിയതാക്കാൻ ദൈവം ആസൂത്രണം ചെയ്ത ഒരു പ്രക്രിയയാണ്. ക്ഷമ കൈക്കൊള്ളുക. ഒരു ചെറിയ ക്ഷമ നിങ്ങളുടെ ബന്ധത്തെ ജീവിതകാലം മുഴുവൻ ഉറപ്പിക്കും. കുടുംബ ജീവിതത്തിൽ ഈ കാലഘട്ടം ഒരു വൈകാരിക പ്രക്ഷുബ്ധതയും ഒപ്പം ഒരു ആഴത്തിലുള്ള ഐക്യവും ഒരേ സമയം നൽകും. ഒരുപക്ഷേ ഒരു കുടുംബ പ്രശ്നം, ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന ഒരു വിഷയം, ഈ കാലത്ത് ഒരു അപ്രതീക്ഷിത തിരിവ് സ്വീകരിക്കും. ഗ്രഹനിലകൾ കുടുംബ ഐക്യം ശക്തിപ്പെടുത്തുന്ന ദിശയിലാണ് ചലിക്കുന്നത്. മക്കൾ ഉള്ളവർക്ക് ഈ കാലം മക്കളിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് പഠനത്തിൽ ആകാം, ജീവിതത്തിൽ ആകാം. ആ വാർത്ത ഒരു ശ്വാസമായി, ഒരു ദൈവ അനുഗ്രഹമായി അനുഭവപ്പെടും. ബന്ധുക്കളുമായുള്ള അകലം കുറയും. ദീർഘകാലമായി ബന്ധം ഇല്ലാതിരുന്ന ഒരു ബന്ധു ഹൃദയം തുറന്ന് നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. ആ നിമിഷം ഒരു ജ്ഞാനം നൽകും. ആ ജ്ഞാനം ഇതാണ്: ജീവിതത്തിൽ ഒരു ബന്ധവും ഒടുവിൽ നഷ്ടപ്പെടുന്നില്ല. ദൈവം നൽകിയ ബന്ധങ്ങൾ ദൈവം തിരിച്ചു നൽകും. ഈ വരികൾ ഓർക്കൂ. ഈ കാലഘട്ടത്തിൽ കുംഭം രാശിക്കാർക്ക് ഭൂതകാലത്തിൽ നഷ്ടപ്പെട്ടുപോയ ചില ബന്ധങ്ങൾ വീണ്ടും പൂക്കാൻ ഇടവരും. ആരോഗ്യ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, കുംഭം രാശിക്കാർ ഈ കാലഘട്ടത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ശനിയുടെ സ്വാധീനം ഷഷ്ഠഭാവത്തിൽ ഉള്ളതിനാൽ ചില ദൈഹിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അസ്ഥിക്ക് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സന്ധിവേദന, ക്ഷീണം ഇവ ചിലർക്ക് അനുഭവപ്പെടാം. ഇതൊരു ഭയപ്പെടുത്തൽ അല്ല, ഇത് ഒരു ജ്ഞാനധ്യാനം ആണ്. ഗ്രഹങ്ങൾ നിങ്ങളോട് പറയുകയാണ്, ഇനി ശരീരത്തെ അവഗണിക്കരുതെന്ന്. ദഹന സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. എണ്ണ കൂടുതലുള്ള ഭക്ഷണം, അമിത മസാലകൾ ഇവ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഉറക്കക്കുറവ് ചിലർക്ക് ഒരു പ്രശ്നമാകാം.
ഇതൊക്കെ ഗ്രഹദശയോട് ബന്ധപ്പെട്ട ഒരു ചെറിയ കാലഘട്ടത്തിന്റെ ഭാഗമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഈ കാലത്ത് ദിനചര്യ ക്രമീകരിക്കുക. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ഒരു ചെറിയ വ്യായാമം, ഒരു ചെറിയ ധ്യാനം, ഇതു ഈ കാലഘട്ടത്തെ ഒരു ആരോഗ്യകരമായ ആചാരമാക്കി മാറ്റും. മനസ്സിന്റെ ആരോഗ്യത്തിൽ ഇത് ഒരു പ്രധാന വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ കുംഭം രാശിക്കാർക്ക് മനസ്സിൽ ഒരു ചഞ്ചലത ഉണ്ടാകാം, ഒരു അസ്ഥിരത, ഒരു ആകുലത. ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു ശീലം ഈ കാലത്ത് വർദ്ധിക്കാം. ഒരുപക്ഷേ പഴയ ഒരു ഓർമ്മ, ഒരു ഖേദം, ഒരു നഷ്ടബോധം ഇവ ഉള്ളിൽ ഉണ്ടാകാം. ഇതൊക്കെ ഈ ഗ്രഹദശയുടെ ഒരു ഭാഗമാണ്. ഭൂതകാലം ഒരു ഭാരമല്ല, അത് ഒരു പഠനമാണ്. ആ ഓർമ്മകളിൽ നിന്ന് പഠിക്കൂ, എന്നാൽ അവിടെ കുടിയേറരുത്. ഈ കാലഘട്ടത്തിൽ ധ്യാനം, ഭക്തി, ദൈവചിന്ത ഇവ ഒരു ഔഷധമായി വർത്തിക്കും. പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒന്ന് മനസ്സ് തുറക്കൂ. ആ നിമിഷം ഒരു ഭാരം ഇറങ്ങുന്നത് നിങ്ങൾ അനുഭവിക്കും. ദൈവം കേൾക്കുന്നുണ്ട്. ദൈവം ഓരോ ശ്വാസത്തിലും ഉണ്ട്. ആ ബോധ്യം ഒരു ആന്തരിക ശക്തിയായി മാറും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കുംഭം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഈ കാലഘട്ടം ഒരു ഉണർവ് കൊണ്ടുവരും. ഗുരുവിന്റെ 5ാം ഭാവദൃഷ്ടി ബുദ്ധിയെ ശക്തിപ്പെടുത്തും. ദീർഘകാലമായി ഒരു വിഷയം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ചിലർക്ക് ഈ കാലത്ത് ആ ജ്ഞാനം ഒരു വെളിപ്പെടൽ പോലെ ലഭിക്കും. ഒരു നല്ല അധ്യാപകൻ, ഒരു നല്ല ഗ്രന്ഥം, ഒരു നല്ല ഉപദേശം ഇവ ഈ കാലത്ത് ജീവിതം മാറ്റുന്ന ഒരു ഘടകമാകും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലത്ത് ഒരു അനുകൂല ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. യാത്രകളെക്കുറിച്ച് പറഞ്ഞാൽ ഈ കാലഘട്ടം കുംഭം രാശിക്കാർക്ക് ദൂരയാത്രകൾ, വിദേശ അവസരങ്ങൾ ഇവ തുറക്കുന്ന ഒരു ഘട്ടമാണ്. ദീർഘകാലമായി ഒരു വിദേശ അവസരം ആഗ്രഹിച്ചിരുന്ന ചിലർക്ക് ഈ കാലത്ത് അതിനുള്ള ഒരു ദ്വാരം തുറക്കപ്പെടും. ഒരു അപ്രതീക്ഷിത ക്ഷണം, ഒരു അവിചാരിത അവസരം ഇവ ഈ കാലത്ത് ജീവിതത്തിൽ കടന്നുവരാൻ ഇടയുണ്ട്. ആ നിമിഷം ഭയക്കാതെ സ്വീകരിക്കൂ. ദൈവം നൽകുന്ന ഒരു വഴി ഒരിക്കലും ശൂന്യമായ ഒന്നല്ല. യാത്രകളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ഗ്രഹദശ ചില അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഒരു ദൈവസ്മരണ കൂടെ കൊണ്ടുപോകൂ. ആ പ്രാർത്ഥന ഒരു രക്ഷാകവചം ആകും. ഒരിക്കലും ഒരു യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ദൈവചിന്തയോടെ ആ ചുവടുവെക്കൂ. ആ ഒരു ആചാരം ഈ ജന്മം ഒരു സംരക്ഷണമായി കൂടെ ഉണ്ടാകും. ഒളിഞ്ഞ അപകടങ്ങളെക്കുറിച്ച് ഒരു വാക്ക്. ഈ കാലഘട്ടത്തിൽ ചില ഒളിഞ്ഞ ശത്രുക്കൾ, ഒരുപക്ഷേ നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത ഒരു ദിക്കിൽ നിന്ന് നിങ്ങൾക്ക് ദോഷം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ ശ്രമിക്കും. ഒരു കാര്യം ഓർക്കൂ. ഏത് ശക്തിക്കും ദൈവസ്മരണ ഒരു ഉത്തരമാണ്. ഒരു ശ്ലോകം, ഒരു ഭജന, ഒരു ഗായത്രി ഇവ ഒരു ആത്മസംരക്ഷണ കവചമായി ഉണ്ടാകും. ഇനി ഒരു ചരിത്ര നിമിഷത്തെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഈ വരികൾ ഒന്ന് ഉള്ളിലേക്ക് ആഴ്ത്തി കേൾക്കൂ. ഒരു ജ്യോതിഷ ജീവിതകാലത്ത് ഒരിക്കൽ മാത്രം, ചിലർക്ക് ഒരിക്കൽ പോലും ഇല്ലാതെ ഒരു ഗ്രഹനിർണായക നിമിഷം ഉണ്ടാകും. ആ നിമിഷം ഇപ്പോൾ കുംഭം രാശിക്കാർക്ക് ആഗതമാകുകയാണ്. ശനി, ഗുരു, രാഹു ഇവർ ഒരു ത്രിഭുജ ശക്തി ആകൃതിയിൽ നിൽക്കുന്ന ഈ സ്ഥാനം ദശകങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ജ്യോതിഷ അദ്ഭുതമാണ്. ഈ ഗ്രഹനിൽപ്പ് കുംഭം രാശിക്കാരുടെ കർമ്മഗ്രന്ഥം ഒരു പ്രധാന അധ്യായം തിരിക്കുകയാണ്. ഭൂതകാലത്തിൽ നിങ്ങൾ ചെയ്ത ഓരോ ത്യാഗവും, ഓരോ കണ്ണീരും, ഓരോ പ്രാർത്ഥനയും ഇപ്പോൾ ഒരു ഫലമായി പ്രത്യക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇത് ഒരു ആകസ്മിക ഘടനയല്ല, ഇത് ദൈവ ആസൂത്രണമാണ്. ഈ ത്രൈഗ്രഹ സംഗമം കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ദ്വിതീയ ജന്മഘട്ടം ആരംഭിക്കുകയാണ്. ആദ്യ ജന്മഘട്ടത്തിൽ നിങ്ങൾ ഒരു വ്യക്തിത്വം ആർജിച്ചു. ആ ഘട്ടത്തിൽ ദുഃഖമുണ്ടായി, നിരാശ ഉണ്ടായി, ഒരുപക്ഷേ ആരും കാണാത്ത ഒരു കരച്ചിൽ ഉണ്ടായി. ഈ ദ്വിതീയ ഘട്ടത്തിൽ ആ കഷ്ടതകളുടെ ഫലം ഒരു മഴ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് പോലെ ഒരു അദ്ഭുത ഉദയം ആയി നിങ്ങൾ അനുഭവിക്കും. ഈ കോസ്മിക് ഘട്ടത്തിൽ ആത്മാവ് ഉണരുകയാണ്. ഒരുപക്ഷേ ഇക്കാലത്ത് നിങ്ങൾക്ക് ഒരു ആഴത്തിലുള്ള ഉൾക്കാഴ്ച ലഭിക്കും. ജീവിതത്തിന്റെ ആഴം, ലക്ഷ്യം, ദൈവഹിതം ഇവ ഒരു സ്വപ്നത്തിൽ, ഒരു ധ്യാനത്തിൽ, ഒരു ക്ഷണനേരത്ത് നിങ്ങൾക്ക് വ്യക്തമായി അനുഭവപ്പെടും. ആ നിമിഷം ഒരു ആധ്യാത്മിക ഉണർവ് ആണ്. ആ ഉണർവ് ഒരു ജ്ഞാനദീപം ആയി ഇനി ജീവിതം മുഴുവൻ നിങ്ങളെ നയിക്കും. ഗുരു ഭഗവാൻ ഒരു ദൈവഗ്രഹമാണ്. ആ ദൈവഗ്രഹം ഇപ്പോൾ ഒരു ഉണർവ് ഊർജം കുംഭം രാശിക്കാർക്ക് നൽകുകയാണ്. ദൈവഭക്തിയിൽ ഒരു ആഴം ഉണ്ടാകും. ക്ഷേത്ര ദർശനത്തിൽ ഒരു ഭക്തി തരംഗം അനുഭവപ്പെടും. ഒരുപക്ഷേ ഈ കാലത്ത് ഒരു ആധ്യാത്മിക ഗ്രന്ഥം, ഒരു ഗുരു, ഒരു ദൈവസ്മരണ ഇവ നിങ്ങൾക്ക് ഒരു ജീവന്റെ ദിശ കാണിക്കും. ആ ദൈവഗ്രഹ ദൃഷ്ടിയെ ഒരു അനുഗ്രഹമായി ഏൽക്കൂ. ഈ കോസ്മിക് ഘട്ടത്തിൽ ഒരു ചരിത്രമാറ്റം സംഭവിക്കുകയാണ്. കുംഭം രാശിക്കാർ ദശകങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിത ലക്ഷ്യം ഈ ഘട്ടത്തിൽ ഒരു ആരംഭം കുറിക്കും. ഇത് ഒരു ചെറിയ ആരംഭം ആകാം, ഒരു ചെറിയ ചുവട് ആകാം. എന്നാൽ